ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഞാൻ ഇവിടെ ഒരു കടുക്കയുടെ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. നമ്മൾ വറുത്തരച്ചിട്ടാണ് കടുക്കക്കറി ഉണ്ടാക്കാൻ പോകുന്നത്. ചില സ്ഥലക്കായി എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളിവിടെ അധികം വലിപ്പമില്ലാത്ത കടുക്കയാണ് കിട്ടിയത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വറുത്തരച്ച് കറി വയ്ക്കാൻ വിചാരിച്ചു. അതിനായിട്ട് കടുക്ക എല്ലാം ഒന്ന് നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം ഇല്ലാണ്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട്, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, അറിയാത്തവരും മാത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മൾ വെള്ളം ഇല്ലാണ്ട് നമ്മൾ അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തീ കത്തിച്ച് നല്ല ഒരു പാത്രത്തിലിട്ട ഇതുപോലെ കുറച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ തുറന്നു വരും. അത് നമ്മൾ ഇതെല്ലാം എടുത്തിട്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. അതിൻ്റെ ആ വേസ്റ്റൊക്കെ ഒഴിവാക്കിയിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ആവശ്യമുണ്ട്. അതിനായിട്ട് ഞാൻ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് പച്ചമുളക്, ഒരു 4-5 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, നമ്മൾ ഇത് വീഡിയോയിൽ കാണുന്ന പോലെ കുറച്ച് വെളുത്തുള്ളി, ഒരു 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ്, പിന്നെ ഒരു പച്ച കായ, ഒരു കായ, പിന്നെ ഒരു 3 സവാള, ചെറിയ ഉള്ളി ഒരു 6 ചെറിയ ഉള്ളി. ഈ ചെറിയ ഉള്ളി നമ്മൾ വറവിലേക്ക് വറുത്തരയ്ക്കുമ്പോൾ ഇതിലേക്ക് കറിയിലേക്ക് ഇടാനാണ്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ടൊന്ന് ചതുക്കിയെടുക്കുക. ബാക്കിയെല്ലാം ഒന്ന് കട്ട് ചെയ്തതുപോലെ എടുക്കാം. പച്ചക്കായ 2ആയിട്ടാണ് കട്ട് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3ആയിട്ട് 4ആയിട്ടോ ഒക്കെ കട്ട് ചെയ്യട്ടോ. അതൊക്കെ നമ്മൾ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി നമ്മൾ ആവശ്യമുള്ളത് നാളികേരമാണ്. നാളികേരം ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിരവി എടുക്കാം. അത് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്താൽ നമ്മൾ ചിരവിയ പോലെയാവും. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കുറച്ച് ഒലീവ് ഓയിലാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അപ്പോൾ ഒലീവ് ഓയിൽ ഇട്ടിട്ട് നമ്മൾ അട്ടിച്ച് വെച്ച നാളികേരം, അതായത് ചിരവി വെച്ച നാളികേരം ഏതായാലും ഒരു അരമുറി, മീഡിയം അത്യാവശ്യം വലിപ്പമുള്ള ഒരു നാളികേരത്തിൻ്റെ അരമുറി എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് അതൊന്ന് വറുത്ത് ഒരു വിധം നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെരിഞ്ജീരകം, ചെറിയ ജീരകമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. 1 ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകം, 1/2 ടേബിൾ സ്പൂണോളം ചെറിയ ജീരകം, പിന്നെ 2 ടേബിൾ സ്പൂണോളം മല്ലി, പച്ചമല്ലി, 2 ടേബിൾ സ്പൂണോളം കുരുമുളക്, അത് ഇട്ട് കൊടുക്കുക. വറവ് ഒന്ന് വറുത്തതിന് ശേഷമാണ് ഇട്ട് കൊടുക്കേണ്ടത്. പച്ച നാളികേരത്തിലേക്കല്ല ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ വീഡിയോ ലെങ്ത് ആവേണ്ട വെച്ചിട്ട് അങ്ങനെ എടുത്തിട്ടില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് ആ ചെറിയ ഉള്ളി, നമ്മൾ നന്നാക്കി വെച്ചൊരു 6 ചെറിയ ഉള്ളിയുണ്ട്, അതും കൂടി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഈ നാളികേരത്തിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. അപ്പോൾ ഇതെല്ലാം ഈ ജീരകം, ചെറിയ ജീരകവും വലിയ ജീരകവും കുരുമുളകും പിന്നെ മല്ലിയും ഈ ഉള്ളിയും സവാള, ചെറിയ കുഞ്ഞി ഉള്ളിയും ഒക്കെ കൂടി നന്നായിട്ടൊന്ന് വഴറ്റി വരുമ്പോഴേക്ക് അതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മല്ലിപ്പൊടിയാണ് കേട്ടോ. നിറയെ 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് ആ പച്ച സ്മെല്ലൊക്കെ പോകുന്നവരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. നന്നായിട്ട് നാളികേരം ഒന്ന് ബ്രൗൺ നിറത്തിലാവണം, അതുവരെ നമ്മളൊന്ന് വറുത്തെടുക്കുക കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മുളക് പൊടി ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മൾ മുളക് പൊടി നേരിട്ട് ചേർക്കുന്നതിലും നല്ലത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലൊന്ന് മുളക് പൊടി ഈ പാനിലേക്ക് തന്നെ സൈഡിലേക്ക് ആക്കിയിട്ട്, ഈ നാളികേരം ഒന്ന് സൈഡിലേക്കിയിട്ട് പാനിൽ തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച്, അതിൽ വെളിച്ചെണ്ണയോ നമ്മൾ ഒലീവ് ഓയിൽ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഒലീവ് ഓയിൽ ഉപയോഗിച്ചിട്ട് കുറച്ച് ഒരു 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ടിട്ട് അതൊന്ന് ചൂടാക്കിയിട്ട് നല്ല കളറ് വരണം. അപ്പോൾ മുളക് പൊടി നല്ല കളറ് വന്നിട്ട് നമുക്കിതിലേക്കൊന്ന് കൂട്ടിച്ചേർക്കാം. അപ്പോൾ ഞാൻ ഒലീവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, ഇതിലേക്ക് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതുപോലെ മുളക് പൊടി നല്ല കളറാവുന്നത് വരെ നന്നായിട്ടൊന്ന് ആ എണ്ണയിൽ കിടന്നിട്ട് നല്ല കളറായതിന് ശേഷം നമുക്കിത് ഈ വറവിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി ഇതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ വറുത്തരച്ച കറിക്ക് നല്ലൊരു കളറും നല്ലൊരു ഫ്ലേവറും ആയിരിക്കും ഉണ്ടാവും ഇതുപോലെ മുളക് പൊടി ഇട്ടാൽ. എന്നിട്ട് അതൊക്കെ ഒന്ന് മിക്സിയിൽ നമുക്കൊന്ന് അടിച്ചെടുക്കാം. മിക്സിയിൽ അടിക്കുമ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തീരെ വെള്ളം ഉപയോഗിക്കാതെ തന്നെ ഇത് ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക. നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. തീരെ വെള്ളം ഒഴിക്കരുത്. നന്നായിട്ടൊന്ന് 2-3 പ്രാവശ്യം ഒന്ന് കറക്കി എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മൾ സ്പൂൺ വെച്ചിട്ടൊന്ന് തട്ടി അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കുന്ന പോലെ അത്ര അങ്ങോട്ട് അരിഞ്ഞ് കിട്ടില്ല, എന്നാലും ഒരുവിധം നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ അരിഞ്ഞെടുക്കുക. അപ്പോൾ ഇതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇനി നമ്മൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കറാണ് എടുത്തത്. അപ്പം നമ്മൾ കുക്കറിലേക്ക് ആദ്യം കിഴങ്ങും നമ്മൾ കട്ട് ചെയ്ത എല്ലാം ഇട്ട് കൊടുക്കുക. കിഴങ്ങ്, ഉള്ളി, പിന്നെ നമ്മൾ കായ, ഈ പച്ചക്കായ ഇതിലേക്ക് ഇട്ടാൽ നല്ലൊരു രസമാണ്. അപ്പോൾ നിങ്ങൾ പച്ചക്കായ എന്തായാലും സ്കിപ്പ് ചെയ്ത് പച്ചക്കായ ഇടുക. അപ്പോൾ പച്ചക്കായ, ഉള്ളി, കിഴങ്ങ്, ഇത് 3ഉം കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക്
ഇതെല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതൊന്ന് ചതുക്കിയെടുത്തതാണ്. അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് നന്നായി ക്ലീൻ ചെയ്ത് വെച്ച ആ കടുക്ക ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയതൊന്നുമല്ല, മീഡിയം സൈസിലുള്ളൊരു കടുക്കയാണ്. ഇനി നമ്മൾ ഈ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ വറുത്ത നാളികേരം ഇതിലേക്ക്, അരച്ച നാളികേരം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അത് നമ്മൾ നോക്കിയിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. കറി കുറച്ച് ലൂസായി വേണ്ടവർക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. അല്ല നമ്മൾ പുട്ടിനൊക്കെ ആണെങ്കിൽ, ചോറിനൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി കറി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് ഇതൊന്ന് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇടണേ, മറക്കണ്ട. ഉപ്പും കൂടി ഇടുക. ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതുപോലെ എടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പിലാണ് ഇടുന്നത്. ആ കറിവേപ്പിലയും കൂടി ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. 2 പട്ട കറിവേപ്പില മാത്രമേ ഇടുന്നുള്ളൂ, ബാക്കി ഇതിന് ശേഷമാണ് ഇടുന്നത്. അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി, വേണമെങ്കിൽ വെള്ളം ഒഴിക്കുക കേട്ടോ. അതിപ്പോൾ അത്യാവശ്യം കട്ടിക്കാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം കൂടി ഞാൻ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കിയിട്ട് നമുക്കിതൊന്ന് കുക്കറിൽ ഒരു വിസിൽ വരുത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ ഈ കടുക്ക കിട്ടിയാൽ ചില സമയത്ത് നമ്മൾ ദഹിക്കില്ല, വയറുവേദന എന്നൊക്കെ പറഞ്ഞതൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ നന്നായി കുക്കറിൽ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇടാം. എന്നിട്ട് ഇനി കുക്കർ അടച്ച് വെച്ച് ഒരു 2 വിസിൽ വരുത്തി വയ്ക്കുക കേട്ടോ. അതിനിടയ്ക്ക് അതിൽ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. വളരെ കുറച്ച് മതി. അതും കൂടി ഇട്ട് കൊടുത്ത് നമ്മളൊന്ന് കുക്കറൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് 2 വിസിൽ വരുന്ന പോലെ നമ്മൾ ഒന്ന് വിസിൽ വരുത്തിയെടുത്തതിന് ശേഷം നമ്മളിതൊന്ന് വിസിൽ വന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല ചൂടാണ്, എന്നാലും ഞാനിതൊന്ന് തുറന്ന് നോക്കാം. നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കുറച്ച് വെള്ളത്തോട് കൂടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്നും കൂടി ഡ്രൈ ആക്കി എടുക്കണം. അതിനായിട്ട് നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കുന്നുണ്ട്. അതിലേക്ക് ഇത് ഒന്ന് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ കഴിക്കാം. ഞാൻ ഒന്നും കൂടി ഇത് പാനിലിട്ടിട്ടൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഇതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് വരിക. നമ്മൾ കുക്കറിൽ നിന്ന് നേരിട്ടെടുക്കുമ്പോൾ അത് അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വറ്റിച്ച് ഒന്ന് നന്നായി കുറുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട്, അപ്പോൾ നന്നായിട്ടൊന്ന് പാനൊന്ന് കുറുകുമ്പോൾ തന്നെ കുറച്ചും കൂടി വെള്ളം കട്ട് ചെയ്യിക്കും. അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി ഞാൻ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പിടുക. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കുറവായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോഴേക്കും നല്ല ഡ്രൈ ആയിട്ട് കറി റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റോളം വെച്ചാൽ മതി. ഇനി നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്കൊന്ന് വറവിടണം. ഇനി നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ വറുത്തിടാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു മീഡിയം ചെറുതായിട്ട് അരിഞ്ഞിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് ബ്രൗൺ നിറത്തിലാകുമ്പോൾ നമുക്ക് ഈ വറവ് ഇതിലേക്കിടാം. ഈ അരിഞ്ഞ കറിയാണ് കേട്ടോ. നമുക്ക് ചോറും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കടുക്കക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ചെറിയ കടുക്കയാണെങ്കിൽ നല്ല രുചിയാണ് ഈ കറി കഴിക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.